നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പോരിനൊരുങ്ങുകയാണ് ഇടത് വലത് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊല്ലം വരവ് കാര്യങ്ങൾ വേഗത്തിലാക്കി. തെക്കു വടക്ക് ജാഥയും റോഡ് ഷോയുമൊക്കെയായി തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് അതിവേഗം കേരളം കടക്കും. ഇടതുമുന്നണി അടുത്ത മാസം 2 മേഖലാ ജാഥകൾ നടത്തും. വിപുലീകൃത ഇടതുമുന്നണിയുടെ ആദ്യ യോഗത്തിലായിരുന്നു ഈ തീരുമാനം. ആർ ബാലകൃഷ്ണപിള്ള പങ്കെടുത്ത യോഗത്തിൽ നിന്ന് വി.എസ്. അച്യുതാനന്ദൻ വിട്ടുനിന്നു. ലോക്സഭാ സീറ്റിനായി യു.ഡി.എഫിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെറുകക്ഷികൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോട്ടയത്തിന് പുറമെ മറ്റൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടു. ഇടുക്കി എന്നാണ് പറഞ്ഞു കേൾക്കുന്നതെങ്കിൽ ചിലപ്പോൾ സ്ഥലത്തിൽ മാറ്റം വന്നേക്കാം, അതിൽ ഉറപ്പില്ല. പക്ഷേ 1 എന്നതിന് പകരം 2 സീറ്റ് എന്ന ആവശ്യത്തിൽ മാണി ഗ്രൂപ്പ് ഉറയ്ക്കുന്നു. അതിലേറ്റവും രസകരമായ കാര്യം, ചോദ്യം ആ ആവശ്യം ഉന്നയിക്കുന്നത് മാണിയല്ല, പകരം പി ജെ ജോസഫാണ്. ജേക്കബ് ഗ്രൂപ്പും ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു. മുന്നണി വിപുലീകരണത്തിന് ചർച്ച നടത്താൻ ധാരണയായെങ്കിലും പി.സി. ജോർജുമായി ഒരു സഹകരണവും വേണ്ടെന്നാണ് പൊതുവികാരം. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് മുല്ലപ്പള്ളിയുടെ ശപഥം. മുല്ലപ്പള്ളിയുടെ ഫെബ്രുവരി 20 ചലഞ്ച് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയും. FB പോളിലൂടെ പ്രേക്ഷകർക്കും ഈ ചോദ്യത്തിന് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. സർവ്വവിധ ഒരുക്കങ്ങളുമായി മുന്നണികൾ തയ്യാറെടുക്കുന്നു. അത് ഇടതുമുന്നണിയായാലും ഐക്യജനാധിപത്യ മുന്നണിയായാലും NDA ആയാലും ആ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ആദ്യ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലുള്ള ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ തലം പരിശോധിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ് പ്രൈം ഡിബേറ്റ്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, ഇടതുമുന്നണി പ്രവേശനത്തിലൂടെ ഇന്നിപ്പോൾ പുതിയ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായി മാറിയ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ ശ്രീ ആന്റണി രാജു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കുചേരുക. 1 മിനിറ്റ് ഇടവേള. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ആന്റണി രാജു, PM സുരേഷ് ബാബു, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആന്റണി രാജു, താങ്കളാണ് ഈ ചർച്ചയിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ സമീപകാലത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമൊന്ന് പരിശോധിച്ചപ്പോൾ ഇന്നിപ്പോൾ ഇടതുമുന്നണിയിൽ അംഗത്വം ലഭിച്ച് മുന്നണിയിൽ നിങ്ങളുടെ പാർട്ടി LDF യോഗത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ ഒരു സന്തോഷഘട്ടമാണല്ലോ നിങ്ങളെ സംബന്ധിച്ച് പാർട്ടി എന്ന നിലയിൽ. ഏതാണ്ട് 90-91 മറ്റോ ആണ് PJ ജോസഫ് മുന്നണി വിട്ട് UDF വിട്ട് LDFിലേക്ക് വന്നത്. നിങ്ങളടങ്ങുന്ന ജോസഫ് ഗ്രൂപ്പ്, ആ PJ ജോസഫാണ് പിന്നീട് വീണ്ടും UDFിലേക്ക് പോകുക. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് ഒരു 27-28 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു വിപുലീകരണം ഇടതുമുന്നണിയിൽ നടക്കുന്നത്. ആർ ബാലകൃഷ്ണപിള്ള വന്നു, നിങ്ങൾ വന്നു, അതുപോലെ INL ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ മറ്റു പലരുമുണ്ട്. ആ നിലയിലൊരു വിപുലീകൃത ഇടതുമുന്നണി ആയി പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു പ്രസരിപ്പുമൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, നല്ല സമയത്താണ് ഒരു മുന്നണി പ്രവേശം. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി നടക്കാതിരുന്ന ഒരു മുന്നണി വിപുലീകരണമാണ്. ശരത്ത് പറഞ്ഞതുപോലെ 27 വർഷത്തിന് ശേഷം ഞങ്ങൾ പണ്ട് 1989 ഐക്യജനാധിപത്യ മുന്നണി അന്ന് ശ്രീ പി ജോസ് നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി വിട്ടതിന് ശേഷം 2.5 വർഷം മുന്നണിയുമായി ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ചു വന്നതിന് ശേഷമാണ് 91 ഒരു മുന്നണി വിപുലീകരണം ഉണ്ടായപ്പോഴാണ് അന്ന് കേരള കോൺഗ്രസ് ജെ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായത്. 91 ശേഷം ഒരുപാട് കക്ഷികൾ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ചിരുന്നുവെങ്കിലും 27 വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ ഏതെങ്കിലും ഒരു കക്ഷിയെ ഘടകകക്ഷിയായി അംഗീകരിക്കുന്നത്. അതിൽ 4 പാർട്ടികൾ ഉൾപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സഹകരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണി നൽകിയ വാഗ്ദാനം, CPM CPI ഒക്കെ നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഞങ്ങളെ 2.5 വർഷത്തിനുള്ളിൽ തന്നെ ഘടകകക്ഷിയാക്കിയതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന ജനതാദൾ ശ്രീ MP വീരേന്ദ്രനുമായിട്ടുള്ള പാർട്ടി, ആ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയോട് വിട പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കുന്ന ഘടകകക്ഷിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശ്രീ ആർ ബാലകൃഷ്ണയുടെ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയോട് വിട പറഞ്ഞ് LDFുമായി ഘടകകക്ഷിയാകുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ നല്ലവണ്ണം വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേസമയം ഐക്യജനാധിപത്യ മുന്നണി വളരെ ദുർബലമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും അപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏതാണ്ട് സമാനമായി തന്നെ BJP നേതൃത്വത്തിലുള്ളൊരു മുന്നണി ഉയർന്നു വരികയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ കരുത്ത് വർദ്ധിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും തെരഞ്ഞെടുപ്പുകളിലുള്ള വിജയസാധ്യത വർദ്ധിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ 10 കക്ഷികൾ ചേർന്ന വളരെ കാലമായി ഇടതുപക്ഷ ചിന്താഗതിയുള്ള
ബാക്കിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മതേതരത്വത്തിന് ഊന്നൽ നൽകുന്ന പാർട്ടികൾ തന്നെ സഹകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ CPM നേതൃത്വത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആത്മവിശ്വാസത്തോട്, ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത അത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേരിടാനുള്ള സുസജ്ജമായ ഏതായാലും LDFിന്റെ ഒരു വക്താവായി ചാനൽ ചർച്ചകളിൽ ഇനി ആന്റണി രാജുവിനെ കിട്ടും എന്നൊരു സന്തോഷം മറയില്ലാതെ പങ്കുവെച്ചുകൊണ്ട് തന്നെ അല്ല, ഞാൻ 91 മുതൽ 2010 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ആളെന്ന് മാത്രമല്ല, ഞാൻ മത്സരിച്ച ഏതാണ്ട് 6-7 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മാത്രമേ അല്ല. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞല്ലോ, നോക്കിയാലറിയാം ആന്റണി രാജു LDF എന്നാണ് എഴുതിയിരിക്കുന്നത്. താങ്ക് യു. പഴയ എന്റെ തറവാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയെന്നുള്ള. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഈ മുന്നണിക്കകത്ത് എത്ര കക്ഷികളുണ്ട് എന്ന് നോക്കിയോ അതിനെ തൂക്കിയൊന്നുമല്ല. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന ഘട്ടത്തിൽ ഇടതുമുന്നണി വളരെ ചെറിയൊരു മുന്നണി മാത്രമായിരുന്നു. ഒരുപാട് ആളുകൾ വിട്ടുപോയ ഘട്ടമുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പല ഘട്ടങ്ങളിലും ഇടതുമുന്നണി ദുർബലമായിരിക്കുന്നു, ഞങ്ങളാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നതെന്ന് ശ്രീ ഉമ്മൻചാണ്ടിയും UDFും പറഞ്ഞുകൊണ്ടിരുന്നതുമൊക്കെ ആന്റണി രാജു പറഞ്ഞപ്പോൾ ഓർത്തു. അപ്പോൾ കക്ഷികളുടെ എണ്ണമൊന്നുമല്ല, എടുക്കുന്ന രാഷ്ട്രീയവും ജനങ്ങൾക്ക് അതിലുള്ള സ്വീകാര്യതയുമാണ് പ്രധാനം. അതല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞത് 2016 തെരഞ്ഞെടുപ്പിൽ ശ്രീ MP വീരേന്ദ്രനാഥ് നേതൃത്വത്തിലുള്ള ജനതാദൾ ഒഴികെയുള്ള ബാക്കി ഈ പാർട്ടികളെല്ലാം ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് സഹകരിച്ചിരുന്നു. ഞാൻ അങ്ങനെയല്ല ഭാഗമായി ജോസഫ് ഗ്രൂപ്പ് പോയി, RSP വിട്ടുപോയി, പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഈ കാലയളവിൽ വിട്ടുപോയതാണ്. വീരേന്ദ്രകുമാർ വിട്ടുപോയി, RSP വിട്ടുപോയി, ജോസഫ് ഗ്രൂപ്പ് അല്ല. അന്ന് പക്ഷേ ഇതെല്ലാം പോയിട്ട് 2016 അന്ന് വിട്ടുപോയതിന്റെ ഫലമായിട്ടാണ് 70 ഒരു ആശ്വാസം പോലെ തിരിച്ചു വന്നത് ഫ്രാൻസിസ് ജോർജും KC ജോസഫും താങ്കളും മാത്രം. അല്ല, 72 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ അന്ന് UDF വരാൻ കാരണം അന്ന് ഈ കക്ഷികളെല്ലാം വിട്ടുപോയതുകൊണ്ട്. അല്ലെങ്കിൽ വീണ്ടും LDF അന്ന് അധികാരത്തിൽ വരുമായിരുന്നു. വെറും 2 സീറ്റുകളുടെ വ്യത്യാസമാണ്. അത് PJ ജോസഫ് വ്യത്യാസം ഉണ്ടാക്കിയത്. PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് അങ്ങപ്പുറത്ത് പോയിരുന്നില്ല എങ്കിൽ തീർച്ചയായും. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചറിവ് ഇടതു മുന്നണിക്ക് ഉണ്ടാകും. കക്ഷികൾ വിട്ടുപോയത് ക്ഷീണം ഉണ്ടാക്കിയെന്ന് തിരിച്ചറിവിലാകാം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ UDFിൽ നിന്നാൽ കുഴപ്പക്കാരാണെന്ന് ഇടതുമുന്നണി സമ്മതിച്ചു. അങ്ങനെയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി കാര്യങ്ങൾ ശരിയായി വിലയിരുത്തുന്ന ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഏതൊക്കെ പാർട്ടികളെ ഉൾക്കൊള്ളണം, ഏതൊക്കെ പാർട്ടികളെ എപ്പോൾ ഘടകകക്ഷിയാക്കണം എന്നുള്ള നല്ല ധാരണയുള്ള ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ 2.5 വർഷക്കാലം അവരുമായി സഹകരിച്ചത്. ഏതാണ്ട് PJ ജോസഫ് 91 89 മുതൽ 91 വരെ ചെയ്ത അതേ നടപടിയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഫ്രാൻസിസ് ജോർജും KC ജോസഫും ആന്റണി രാജുവും ചെയ്തത്. ദീർഘകാലം 2016 മുതൽ സഹകരിച്ചു തുടർന്നു. 2019 അംഗത്വം ലഭിച്ചു. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ ഈ മുന്നണി വിപുലീകരണം എന്നൊരു പ്രശ്നം വന്നാൽ അത് ഏത് മുന്നണിക്കായാലും BJP അടക്കം ഇന്ത്യക്കടക്കമായാലും ആശ്രയിക്കാനുള്ളത് കേരള കോൺഗ്രസുകളെ മാത്രമാണ്. ഇപ്പോൾ PC ജോർജ് വീണ്ടും UDFിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്, വേണോ വേണ്ടയോ എന്ന മട്ടിൽ. വളരെ സ്വാഭാവികമെന്ന മട്ടിൽ ആളുകൾ ഏറ്റെടുക്കും വിധം ബാലകൃഷ്ണപിള്ള LDFിലെത്തി നിൽക്കുന്ന സാഹചര്യം, ഇവരും LDFിലെത്തി. അങ്ങനെ കേരള കോൺഗ്രസുകളെ കൊണ്ട് നിറയ്ക്കുക മുന്നണികൾ എന്നൊരവസ്ഥ ഇതിനിടയിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടെയാണ് ശ്രീ KM മാണി ഓർക്കേണ്ടി വരുന്നത്, വളരുംതോറും പിളരുന്ന കേരള കോൺഗ്രസുകളുടെ പ്രസക്തി. അതെ, കേരള കോൺഗ്രസ് ഇനിയിപ്പോൾ UDFിലേക്ക് പോയാൽ PJ ജോസഫാണ് വീണ്ടും ഒരു സീറ്റ്, അധികം ഒരു സീറ്റ് UDFിൽ ചോദിച്ചിരിക്കുന്നു. അതെ, അതാണ് കേരള കോൺഗ്രസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട കാര്യമാണ് PJ ജോസഫിൻ്റെ നിലപാട്. കേരള കോൺഗ്രസിനകത്ത് PJ ജോസഫിൻ്റെ നിലപാടാണ് എന്താണ്? ഇപ്പോൾ PJ ജോസഫ് നമ്മുടെ ആന്റണി രാജു എല്ലാം ഒരു സെറ്റായിരുന്നു. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, PJ ജോസഫിന്റെ ഗ്രൂപ്പ്. ആ മാനസിക ഐക്യം ഇപ്പോഴും ഭയങ്കര ഐക്യമായിരുന്നു. ചില വർഷങ്ങളായിട്ട് അതിനകത്ത് PC ജോർജ് ഉണ്ടായിരുന്നു. പക്ഷെ ജോർജ് മതികെട്ടാൻ സമരം അതോടുകൂടി PJ ജോസഫിൽ നിന്ന് വ്യക്തിപരമായിട്ടാകുന്നു. അതായത് പിന്നീട് PC ജോർജ് VSന്റെ ഒരാളായിട്ടങ്ങ് മാറുകയായിരുന്നു. അത് പക്ഷേ അവസാനം ഇങ്ങോട്ട് വന്ന് അത് PC ജോർജിൻ്റെ തന്നെ പരാജയത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു. അത് പട്ടെ. ഇപ്പം കേരള കോൺഗ്രസിനെ നമുക്ക് നോക്കാം. അല്ല, അങ്ങനെ CPM വിഭാഗതയിൽ പക്ഷം പിടിച്ചവർക്കൊക്കെ കാലിടറിയിട്ടുണ്ട്. PC ജോർജ്, വീരേന്ദ്രകുമാർ, ഇവരെല്ലാം പിന്നീട് ക്ഷീണിച്ചതും മുന്നണി വിടേണ്ടി വന്നതും മുന്നണിയിൽ അംഗത്വം കിട്ടാതെ പോയതുമെല്ലാം ആ CPM വിഭാഗീയതയിൽ VSനെ കൈയച്ച് പിന്തുണച്ചതും പിണറായി വിജയന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയം തന്നെയാണ്. അതെ, അത് കേരള ഇടതുമുന്നണി രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. തിരുത്തിയ ആളാണ് വീരേന്ദ്രകുമാർ. കാര്യം മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി അദ്ദേഹം തിരികെ വന്നു. PC ജോർജിനെ കൊണ്ട് അതായിട്ടില്ല. PC ജോർജിനെ കൊണ്ട് അതാകാൻ പറയാം. PC ജോർജ് ഒരു അതിർത്തി കൂടെ ഒരു പരിധി കൂടെ കടന്നു പോയിരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. PC ജോർജിന് ഒരു നേട്ടമുണ്ടായത്
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളെയും തോപ്പിച്ചിട്ട് രണ്ട് മുന്നണികളെയും പുറകിലാക്കിക്കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടല്ല 3 NDAയും തോപ്പിച്ചു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ജോർജ് എങ്ങോട്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം കേരള കോൺഗ്രസിനകത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ശരത്തെ. അത് UDFന്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. മാണി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഉള്ള കേരള കോൺഗ്രസ് ഇപ്പം ജോസ് കെ മാണി ഒരു യാത്രയൊക്കെ നടത്താൻ പോകുന്നു. അപ്പം PJ ജോസഫ് ഇപ്പം രണ്ടാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് വെറുതെ ഒരു ആവശ്യപ്പെട്ടൊന്നും നടത്തുകയില്ല. അപ്പം PJ ജോസഫ്, സാക്ഷാൽ PJ ജോസഫ് കേരള കോൺഗ്രസ് നേതൃയോഗത്തിൽ ഒരു സീറ്റ് കൂടി വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് വേറെ മാനങ്ങളില്ലേ? അതിൽ തന്നെയുണ്ട്. ഇന്ന് ജോസ് കെ മാണി നിശബ്ദനായിരുന്നു. ചോദ്യം ചോദിച്ചതും ഈ നിലപാട് ഉന്നയിച്ചതും PJ ജോസഫാണ് ഒരു ഭാഗത്ത്. മാത്രമല്ല ഈ ജനുവരി 30-ന് PJ ജോസഫ് തിരുവനന്തപുരത്ത് സമരം ചെയ്യാൻ പോവുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പേരിലല്ല. അല്ല, അതെ. അപ്പോൾ അതൊക്കെ ചില കേരള കോൺഗ്രസിനകത്തും പുതിയ ചില ഉൾപ്പിരിവുകൾ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് കേരള കോൺഗ്രസ്. ഒരുപക്ഷെ ഇപ്പോൾ സേഫായി ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ഈ നിങ്ങളുടെ പാർട്ടിക്ക് ശ്രീ ആന്റണി രാജു, നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഓഹരി മാർക്കറ്റിൽ ഈ മൂല്യം കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആധികാരികമായി രാഷ്ട്രീയ വിശകലനവും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസിനകത്ത് സംഭവിക്കുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്? PJ ജോസഫ്, മാണി ഗ്രൂപ്പിന്റെ നിലവിലെ അതിനുള്ളിലെ ഫ്രിക്ഷൻ, PC ജോർജ് UDFനോട് അടുക്കാൻ ശ്രമിക്കുന്നു. നിയമസഭ നടന്നപ്പോൾ O രാജഗോപാലുമായി സഹകരിച്ച അദ്ദേഹമാണ്. സഭ പിരിഞ്ഞപ്പോൾ ഇപ്പോൾ UDFിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസുകൾക്കുള്ളിൽ വലിയൊരു പ്രതിപ്രവർത്തനം ഏതൊക്കെയോ നിലകളിൽ നടക്കുന്നുണ്ടോ? PJ ജോസഫ് സാറിനെ സംബന്ധിച്ചിലൂടെ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഒരു ലോക്സഭാ സീറ്റ് കൂടുതലായി ഉന്നയിച്ചു, UDFനകത്ത് ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു നീക്കമാണ് PJ സാർ നടത്തിയിരിക്കുന്നത്. PJ സാറിനെ അടുത്തറിയുന്നവർക്കറിയാം, അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അദ്ദേഹം മുട്ടുമടക്കുന്ന ഒരാളല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ്. നിങ്ങൾ മാണി ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എത്രയോ സമയങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയ്ക്കൊപ്പം മനസ്സില്ലാ മനസ്സോടെ നിൽക്കേണ്ടി വന്നിട്ടില്ലേ ആന്റണി രാജുവിനും കൂട്ടർ? അതാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം. ഇപ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഇപ്പോൾ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് ശ്രീ ജോസ് കെ മാണിയാണ്. അപ്പോൾ അതിൻ്റെ ജോസ് കെ മാണിയെ ചെയർമാനാക്കാനുള്ള ഒരു കരുനീക്കം ഇപ്പോൾ പാർട്ടിക്കകത്ത് ഈ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം മാണി സാറിൻ്റെ പ്രായവും ആരോഗ്യവും എല്ലാം വെച്ചുകൊണ്ട് തന്നെ മാണി സാർ പിന്നെ പാർട്ടിയുടെ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് മകനെ കൊണ്ടുവന്നില്ല എങ്കിൽ അതിന് പിന്നൊരു സമയത്ത് അത് നടക്കാൻ കഴിയില്ല. നല്ല ഉത്തമ ബോധ്യമുള്ള ആളാണ് മാണി സാറും ജോസ് കെ മാണിയും. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വൈസ് ചെയർമാൻ മാത്രമായ അങ്ങനെ പാർട്ടിയിൽ വളരെ സീനിയോറിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് പോലും ശ്രീ ജോസ് കെ മാണി എന്ന് പറയുന്ന ആളെ ആ പാർട്ടിയുടെ ജാഥ നയിക്കാൻ ചുമതലപ്പെടുത്തിയത് തന്നെ ഞാൻ ആധികാരികമായി പറയുന്നു ശ്രീ ശരത് PJ ജോസഫ് സാറിന്റെ അനുമതിയോ അറിവോ തീരുമാനമോ സാന്നിധ്യത്തിലെടുത്ത അദ്ദേഹം അസ്വസ്ഥനാണെന്നാണോ പറയുന്നത്? ആ തീരുമാനം എടുത്തത് തന്നെ PJ ജോസഫ് സാറിന്റെ അറിവോടുകൂടിയല്ല, പഴയ അവശേഷിക്കുന്ന PJ ജോസഫ് സാറിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലുമല്ല. അദ്ദേഹം തന്നെ ആ തീരുമാനം കേട്ട് ചരൽക്കുന്നിൽ ആ തീരുമാനം കേട്ട് ഞെട്ടിപ്പോയി. അതിനുശേഷം ചേർന്നവരുടെ പാർട്ടി കമ്മിറ്റികളിൽ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ശക്തമായി ആ തീരുമാനത്തെ എതിർക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജാഥയോട് അനുബന്ധിച്ച് ചേരുന്ന ജില്ലാ കമ്മിറ്റികളിൽ ജോസഫ് വിഭാഗം ഏതാണ്ട് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്. ഈ ജാഥ നടക്കുന്ന ഘട്ടത്തിലാണ് 24-ാം തീയതി കാസർഗോഡ് നിന്നൊരു ജാഥ ആരംഭിക്കുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് 30-ാം തീയതി PJ ജോസഫ് സാറ് കേരള കോൺഗ്രസ് എമ്മിന്റെ ബാനറിലല്ലാതെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു ദിവസത്തെ ഉപവാസം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ കേരള രാഷ്ട്രീയത്തിൽ, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വളരെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, സൂചനയാണ്. PJ ജോസഫ് സാറിനെ പോലുള്ള ഒരാൾ പ്രത്യക്ഷമായിട്ട് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ PJ ജോസഫ് സാറ് കടുത്ത നിലപാടെടുത്ത് പോയിട്ടുണ്ട്. ആന്റണി രാജു ആണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ ചേരികൾ രണ്ടാണെങ്കിൽ പോലും ചിലത് തള്ളിക്കളയാനാവില്ല. ജോസ് കെ മാണിയുടെ ജാഥ തുടങ്ങുന്ന ദിവസമാണ് ഞാൻ ഈ പറഞ്ഞ ജനുവരി 30 എന്നുള്ളതും അതേ ദിവസമാണ് അതിൽ പങ്കെടുക്കാതെ തിരുവനന്തപുരത്ത് പ്രത്യേകമായ സമരം ചെയ്യുന്നത് എന്നതൊക്കെ ചെറിയ കാര്യമല്ല. ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ നമ്മൾ സംസാരിച്ചു, ശ്രീ സുരേഷ് ബാബു കൂടി ചർച്ചയിലേക്ക് വന്നു. ഒന്നുകൂടെ പറയാം ഒരു പോയിന്റ്. ഇത്തവണ കാർഷിക മേള വളരെ വിപുലമായി സാർ നടത്തി. ഗാന്ധി സ്റ്റഡി സെന്റർ തൊടുപുഴയിൽ
ജോസ് കെ മാണിയെ വിളിച്ചിട്ട് ജോസ് കെ മാണി അതിൽ പങ്കെടുത്തില്ല, അതിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല എന്ന് പി ജോസ് സാറിനോട് പറഞ്ഞു. മാണി സാറിൻ്റെ പേര് വെച്ചിരുന്ന ഒരു പ്രോഗ്രാം ഒരു ദിവസം മാണി സാർ അതിൽ പങ്കെടുത്തില്ല. അതേസമയം ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ അദ്ദേഹം ക്ഷണിച്ചു, ഫ്രാൻസിസ് ജോർജ് പങ്കെടുത്തു. അതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാരും ഒക്കെ ഒരു സാങ്കല്പികമെന്നൊക്കെ നിങ്ങൾ പറയുന്ന മട്ടിലൊരു ചോദ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ഭിന്നത വർദ്ധിക്കുന്നു. പി ജെ ജോസഫിന് മാണി ഗ്രൂപ്പിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുമോ? പി ജെ ജോസഫുമായി അങ്ങനെയൊക്കെ വന്നാൽ സഹകരിക്കാൻ പോലും തുറന്ന മനസ്സുള്ളവരായിരിക്കുമോ നിങ്ങൾ? അല്ല, പി ജെ ജോസഫ് സാർ ഞങ്ങളുടെ പഴയ ജോസഫ് വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ശരത്തിനും ജേക്കബ് ജോർജിനും അറിയാം, ഞങ്ങളൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ്. പി ജോസഫ് സാറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്യമല്ല. കാരണം അദ്ദേഹം തന്നെ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നേതൃത്വം. ഒരു കാരണമല്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഐക്യം അല്ലല്ല, കേരള കോൺഗ്രസ് ഐക്യം എന്നുള്ള ഒരു ആശയം ത്തിന്റെ പേരിൽ മാത്രം, അല്ലാതെ ഇടതുപക്ഷ മുന്നണിയുമായി എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുടെ പേരിലല്ലല്ലോ പോയത്. അപ്പൊ അതുകൊണ്ട് പി ജോസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണി അങ്ങനെ കയറാൻ പറ്റാത്ത ഒരു മുന്നണിയോ അല്ലെങ്കിൽ കൂടാൻ പറ്റാത്ത വാതിലുകൾ ഒരിക്കലും അടച്ചിട്ടിട്ടില്ല. അദ്ദേഹത്തിനായി ഒരിക്കലും വാതിൽ അടച്ചിട്ടില്ല. മാത്രമല്ല ഞങ്ങളൊക്കെ പി ജോസ് സാറുടെ ഇപ്പം നല്ല സൗഹൃദത്തിലും ബന്ധത്തിലുമാണ്. അങ്ങനെ വ്യക്തിപരമായ ബന്ധത്തിന് യാതൊരു അകൽച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പി ജോസ് സാറിന് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ആ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത്. സഹകരിച്ചൊരു പാർട്ടിയായി പോലും പ്രവർത്തിക്കാനും ഒക്കെയുള്ളൊരു തുറന്ന മനസ്സ് നിങ്ങൾക്കുണ്ടാവും. ആരോടും ആലോചിക്കാതെ ആന്റണി രാജുവിന് ഒരുപക്ഷെ ചർച്ചയിൽ തന്നെ അത് പറയാനുമാവും. അല്ല, പി ജോസ് സാറുമായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു അകൽച്ച ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ ശ്രീ കെ എം മാണിയുടെയും ആ ഏകാധിപത്യത്തിനും കുടുംബവാഴ്ചയ്ക്കും എതിരായിട്ടാണ് ഞങ്ങൾ അതിനകത്ത് പോരാടിയത്. അതിനകത്ത് പി ജോസ് സാർ ആ പോരാട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സാഹചര്യത്തിൽ മുന്നിൽ വിട്ട് വരാൻ കഴിഞ്ഞു. ജേക്കബ് ജോർജ്, അപ്പോൾ ഈ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. ഉള്ളിൽ കുറച്ചുകൂടി കാര്യമായി പുകയുന്നുണ്ട് എന്ന് ചില ഉദാഹരണങ്ങൾ സഹിതം ആന്റണി രാജു പറഞ്ഞത് തള്ളിക്കളയാവുന്നതല്ല. അങ്ങനെ വന്നാൽ ഈ പൊതുവെ ഒരു ശാന്ത സ്വഭാവിയായ പി ജെ ജോസഫ് ഇപ്പോൾ കുറച്ചുകൂടി അഗ്രസീവാണ്. അല്ല, പി ജെ ജോസഫ് വളരെ ശാന്തനാണ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം വളരെ ആലോചിച്ച് തീരുമാനം എടുക്കൂ. പക്ഷെ തീരുമാനം എടുത്താൽ അതാണ് ആന്റണി രാജുവും പറഞ്ഞത്. അതെ, ആ ലെവലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു സമരം ചെയ്യുന്ന പി ജെ ജോസഫിനെ ഓർത്ത് നോക്കൂ. അതെ, ഒരുപാട് കാലം വളരെ സജീവമായിട്ടൊന്നും അങ്ങനെ ഇടപെടാതെ പി ജെ ജോസഫ് ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടുന്ന പി ജെ ജോസഫ് തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ സൂചനയാണ്. ഇപ്പൊ നമ്മൾ ഇവരുടെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ മുഖ്യ നേതാവായ ആചാര്യനായ സാക്ഷാൽ കെ എം മാണി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പിളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടിയാണിത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉണ്ടാവാനും പുതിയ ഒരു യോജിപ്പുണ്ടാവാനുമുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ഇടതുമുന്നണിയിൽ ഒരു സ്പേസ് വളരെ കൃത്യമായി ജോസഫിന് വേണ്ടി തെളിഞ്ഞു വരുന്നുണ്ടാകാം. മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കൂടെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ മുന്നണിയിൽ ഒരു ഘടകകക്ഷി എടുത്തത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബൈപ്പാസ് ആണ് ശ്രീ ആന്റണി രാജു. അതായത് പി ജെ ജോസഫിന് കടന്നു വരാൻ കഴിയുന്ന, അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സിംഗിൾ വിൻഡോയാണ് നിങ്ങൾ. അല്ല, ഞങ്ങൾക്ക് പി ജോസ് സാറോട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല അദ്ദേഹമായി. പി എം സുരേഷ് ബാബു കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു, കോൺഗ്രസ് നേതാവ്. ശ്രീ സുരേഷ് ബാബു, ഈ UDFന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സമയമാണ്. ഒരുപാട് സംഘടനാപരമായ കാര്യങ്ങളുണ്ട്, മുന്നണി വിപുലീകരണമുണ്ട്. ഇതിനിടയിലാണ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അത് ഒറ്റ വാക്കിൽ തള്ളിക്കളയാൻ കഴിയാത്ത പ്രശ്നമാണ്. മാണി ഗ്രൂപ്പ്, കെ എം മാണിയും ജോസ് കെ മാണിയും ആഗ്രഹിക്കാത്ത വിധം പി ജെ ജോസഫ് രണ്ടാമതൊരു സീറ്റ് കൂടി ചോദിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതത്ര ചെറിയ കാര്യമല്ല. മാത്രവുമല്ല, അദ്ദേഹം നേരിട്ട് വ്യത്യസ്തമായ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്ന നിലയിലേക്കുള്ള ചില തീരുമാനങ്ങളും ഒക്കെ സ്വീകരിക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ്. ആന്റണി രാജു പറഞ്ഞല്ലേ, ഇടതുമുന്നണിയോട് കലഹിച്ചല്ല അദ്ദേഹം മുന്നണി വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ മടങ്ങി വരാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ ആ ബുദ്ധിമുട്ടുകളുമില്ല. പി സി ജോർജിനെ പോലെ ആവില്ല എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി UDFൽ ഉരുണ്ടു കൂടുന്നുണ്ട് എന്ന് ചുരുക്കം. ശരത്തെ, ഒരു ദിനത്തൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ റെക്കോർഡൊക്കെ ഉണ്ടാകാം. പക്ഷേ പഴയ കാലങ്ങളിൽ ഈ ചാനൽ പുതിയതായതുകൊണ്ട് അതിൻ്റെ റെക്കോർഡ്സ് നിങ്ങളിപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങളായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചാനൽ ചർച്ചകളോ രാഷ്ട്രീയ ചർച്ചകളിലോ UDF പ്രതിസന്ധിയിലാണ് എന്ന് കാണിക്കാത്ത ഏതെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും വളരെ ഭദ്രമായി നിൽക്കുന്ന ഒരു സംവിധാനം LDFും വളരെ കെട്ടഴിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനം UDFും എന്ന നിലക്കാണ് മാധ്യമങ്ങൾ മുഴുവൻ എല്ലാ കാലത്തും പ്രചരിപ്പിക്കാറുള്ളത്.
ഞാൻ ഇതിനകത്ത് ഇപ്പോഴത്തെ ചർച്ചയെ അത് ആ രൂപത്തിൽ മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനതാ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ചില യാഥാർത്ഥ്യങ്ങളെ കാണുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. ആ യാഥാർത്ഥ്യങ്ങൾ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനകത്തുള്ള ആന്തരിക ഇന്റേണൽ കോൺഫ്ലിക്ട്സ് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയാത്തിടത്തോളം കാലം തിരുവനന്തപുരത്തു നിന്നൊരു സത്യാഗ്രഹവും അതേപോലെ തന്നെ കാസർഗോഡ് നിന്നൊരു ജാഥയും നയിക്കുന്നത് എത്രത്തോളം ഒരു സിംഗിൾ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്, നിഷ്പക്ഷപതികളായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രയാസമുണ്ടാകും. ആ കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്ന് എനിക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. ഏത് തന്നെ ആയാലും ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന, അല്ലെ ഞങ്ങൾ പ്രതിസന്ധിയിലാണ് എന്ന് അവതരിപ്പിക്കുന്ന ഒരു ചർച്ച ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നടന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഞങ്ങൾക്ക് വേവലാതിയില്ല. UDF കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ, കെട്ടുറപ്പോടുകൂടി തന്നെ ഈ മുന്നണിയിൽക്കകത്ത് ഇപ്പോഴുള്ള ഒരാളെയും കൈവിടാതെ തന്നെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയായിരിക്കും സംഭവിക്കുക. അതിലേക്കുള്ള മുന്നൊടുക്കങ്ങളായിട്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു വേവലാതിയും കോൺഗ്രസ് പാർട്ടിക്കില്ല, UDFനും ഇപ്പോഴില്ല. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആന്റണി രാജു, ഈ തെരഞ്ഞെടുപ്പാവുമ്പോൾ ചെറിയ പാർട്ടികളൊക്കെ സീറ്റ് ചോദിക്കുക സ്വാഭാവികമാണ്. പക്ഷെ അതുകൊണ്ടാകെ ഒരു മുന്നണി ദുർബലപ്പെടുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. അദ്ദേഹം തന്നെ വളരെ ശരിയായ ഒരു വിശകലനം നടത്തി. ഒരു പാർട്ടിക്കകത്ത് കാസർഗോഡ് ഒരു ജാഥ, തിരുവനന്തപുരത്ത് ആ പാർട്ടിയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മറ്റൊരു സമരം നടത്തി. അത് ബോധ്യപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആന്റണി രാജുവും ശ്രീ ജേക്കബ് ജോർജും പറഞ്ഞ ആ വിഷയത്തെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ സുരേഷ് ബാബു പറയുന്നത്. പക്ഷെ അപ്പോഴും UDFന് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു ജനകീയ അടിത്തറയ്ക്ക് ദോഷം സംഭവിച്ചതായ, തകർച്ചയുണ്ടായതായി വിലയിരുത്താം. ഇപ്പോൾ ശബരിമല പ്രശ്നം BJP ഏറ്റെടുക്കുന്നു, ഇവരതിന് പിന്നാലെ പോകുന്നു. ആ നിലയിലുള്ള വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ടെങ്കിലും അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമൊക്കെ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ചകൾ വരും, ഘടകകക്ഷികൾ ചില ചോദ്യം, ഇപ്പോൾ ഇടുക്കി സീറ്റ് ജേക്കബ് ഗ്രൂപ്പ് വരെ ചോദിക്കുകയാണ്, ജോണി നെല്ലൂർ വരെ ചോദിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസ് എത്രമാത്രം സീരിയസ് ആയി എടുക്കും എന്ന് നമ്മൾക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ നിലയിൽ വിഷയങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിനെ മറികടന്നു പോകാൻ കഴിയുന്നതാണ് സ്വാഭാവികമായും ആ മുന്നണിയും ആ മുന്നണിയുടെ നേതൃത്വവും. ഇപ്പോൾ തന്നെ മുൻപില്ലാത്ത വിധം പല കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടി ചെയ്യുകയാണ്. പ്രചാരണ സമിതി, 15 അംഗങ്ങൾ വീതമുള്ള മീഡിയ ഏകോപന, സ്ഥാനാർത്ഥി നിർണയ സമിതികൾ, ഇതൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതല്ല. ശരത്തെ, സാധാരണ ഇപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ശ്രീ PM സുരേഷ് ബാബു വളരെ റീസണബിളായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് കളക്റ്റീവായി അവരുടെ പ്രചരണ പരിപാടികൾ, അവരുടെ രാഷ്ട്രീയ പരിപാടികൾ, അവരുടെ പ്രചരണങ്ങൾ, ജാഥകളൊക്കെ തന്നെ ഏകോപിപ്പിച്ച് മുന്നണി എന്നുള്ള നിലയ്ക്കാണ് സാധാരണ നടന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 10 ഘടകകക്ഷികളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ഒരു വാഹനത്തിൽ 2 ജാഥകൾ ഇങ്ങനെ നടത്തുമ്പോൾ അപ്പുറത്ത് മറുവശത്ത് മാണിയുടെ മകൻ ഒറ്റയ്ക്കൊരു ജാഥ, മുല്ലപ്പള്ളി വേറൊരു ജാഥ. ഇതെന്താ മുന്നണിയാണ്? ഐക്യമുന്നണി എന്ന്. അതും തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂർധന്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ഈ മുന്നണിയിൽ ഘടകകക്ഷികളെല്ലാം ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ പാർട്ടികളെ ശക്തിപ്പെടുത്തേണ്ട സമയമല്ല ഇത്. അല്ലല്ലോ, ഒരു മുന്നണി തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്ന ഒരു മുന്നണി എന്നുള്ള നിലയ്ക്കല്ലേ, ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ്. മുല്ലപ്പള്ളിയുടെ ജാഥ വരുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വേറെ വരുന്നു. അത് പിന്നെയും പോട്ടെ, കാരണം വെച്ചാൽ അതൊരു സംഘടിപ്പിക്കുന്ന ഒരേ മനുഷ്യരാണ്. അതെ, പക്ഷെ അതല്ല ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഇതൊക്കെ UDF ഇടതുപക്ഷ മുന്നണിയെ കണ്ടുപിടിക്കേണ്ട ഒരു പാഠമാണിത്. എത്ര പെട്ടെന്നാണ് LDFന്റെ 2 ജാഥകൾ മുന്നണി എന്നുള്ള. പക്ഷെ പുറമേക്ക് നോക്കിയാൽ സാധാരണ എല്ലാ കാലവും പറയും തെരഞ്ഞെടുപ്പ് ഓട്ടത്തിൽ ആദ്യം ഓടുന്നത് ഇടതുമുന്നണിയാണ്, വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ച്. ശ്രീ ജേക്കബ് ജോർജിനൊന്ന് മനസ്സിലാവും. പക്ഷേ ഇത്തവണ ആവർത്തിച്ച് മുല്ലപ്പള്ളി മുന്നേ ഓടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ നിലയിലുള്ള ചില ഉറപ്പുകൾ നൽകുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം. അങ്ങനെ ചില തോന്നിപ്പിക്കുന്ന, അങ്ങനത്തെ ചില തോന്നലുകൾ നൽകുന്ന നടപടികൾ പതിവില്ലാത്ത വിധം കോൺഗ്രസിൽ സംഭവിക്കുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, അല്ല, പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ നോക്കൂ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞത് എന്താ, ഈ സമിതികളെല്ലാം പിരിച്ചുവിട്ടു. അവരുടെ പാർട്ടിയെ പോലും ഇതുവരെ സുസജ്ജമാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. 3 വൈസ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാരവാഹികളെല്ലാം പിരിച്ചുവിട്ടു. ഒരൊറ്റ ഭാരവാഹിയെ കൂടുതലായി ചേർത്തുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടിയുടെ ഘടനയെ പോലും ഇതുവരെ സംസ്ഥാന തലത്തിലുള്ള ആ ഘടന
പോലും രൂപം കഴിക്കാൻ ഇതുവരെ കഴിഞ്ഞ 4-5 മാസമായി ആ പാർട്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് സമിതികൾ ഉണ്ടാക്കിയാൽ ആ സമിതി രാജിവെക്കുന്നവരെ പഴയ DCC പ്രസിഡന്റുമാരെ ഭീഷണി മുഴക്കിയിരിക്കുകയല്ലേ കേന്ദ്ര നേതൃത്വത്തോട്? അപ്പോൾ ആ പാർട്ടി തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സംഘടനാപരമായ പ്രതിസന്ധി പാർട്ടിക്കും മുന്നണിക്കും ഉണ്ട്. അത് മനസ്സിലാക്കാതെയാണ് മുല്ലപ്പള്ളി ഇത് പറയുന്നതെന്നുള്ളതാണ് ആന്റണി രാജുവിന്റെ പ്രധാനപ്പെട്ട വിമർശനം. ഒരു ചെറിയ മറുപടി ശ്രീ സുരേഷ് ബാബു. ഇതിനകത്ത് ആന്റണി രാജുവിന്റെ മറവി ആണോ സംശയമുള്ളത്? കാരണം 2.5 മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീ രമേശ് ചെന്നിത്തല UDFന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് പടയൊരുക്കം എന്ന പരിപാടിയുമായി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രചരണം നടത്തി UDFന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങി. പിന്നീട് ഇപ്പോ പാർട്ടികൾ ഓരോരുത്തരായിട്ട് അവരുടെ പാർട്ടികളുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കേരള കോൺഗ്രസ് നടത്തുന്നുണ്ട്. ലീഗിന്റേതാണെങ്കിൽ ലീഗിന്റെ യൂത്ത് ലീഗ്. അതിനുള്ള സമയം ഇനിയില്ല. ഒരു മുന്നണിയായി പോകേണ്ട ഞങ്ങൾ UDF ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള മുന്നണിയായിട്ടാണ് ഞങ്ങൾ പോയത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് UDFന്റെ ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം എന്ന നാമധേയത്തിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തത്. ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ യാത്ര ചെയ്തത്. അത് LDF വരയ്ക്കുന്ന വരയിലൂടെ തന്നെ UDF നടന്നോളണമെന്ന് ആന്റണി രാജു വാശി പിടിക്കുന്നത് എന്തൊരു കഷ്ടമാ! അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ വിചാരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രവർത്തന രീതിയില്ലേ? ഞങ്ങൾ UDFന്റെ പ്രവർത്തനങ്ങൾ ആദ്യം കഴിഞ്ഞു. UDFന്റെ അസംബ്ലി മണ്ഡലങ്ങൾ കമ്മിറ്റികൾ ഉണ്ടാക്കി, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി. ഞാൻ ഇന്ന് KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരാളുകളെയും മാറ്റിയിട്ടില്ല, ഒരാളും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലാതെ KPCC വേണ്ട എന്ന് ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ലേ? ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ തമാശയല്ലാതെ മറ്റെന്താണ്? ഒരു പ്രധാനപ്പെട്ട ജീവൻ മരണ പോരാട്ടം രാഷ്ട്രീയമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു സംഘടനയെ സുസജ്ജമാക്കുമ്പോൾ സ്വാഭാവികമായ യുക്തി അതിന്റെ പുനഃസംഘടന ആ തെരഞ്ഞെടുപ്പിന് മുൻപാണ് വേണ്ടത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുനഃസംഘടന. അത് എന്തിനു വേണ്ടിയാണ്? ശരത്തെ പ്രിയപ്പെട്ട ശരത്, ഏതാണ് യുക്തിസഹം, ഏതാണ് കൂടുതൽ വയബിൾ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ സാർ? പക്ഷേ അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ സാർ? അതിനുള്ള ഒരു അവകാശമുള്ളത് ഞങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ച്. പക്ഷേ ആ ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ ഈ ജനതയ്ക്ക് അവകാശമില്ലേ? രാഷ്ട്രീയമായ ഒരു ജനതയ്ക്ക് അവകാശമില്ലേ? ആന്റണി രാജുവിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കും. ഇല്ല അങ്ങനല്ല. ആന്റണി രാജുവിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ നിരാശയും ഞാൻ മനസ്സിലാക്കുന്നു. പുനഃസംഘടനയിലേക്ക് പാർട്ടി ഒരു പൊതു പരസ്യമായ പ്രസ്താവനകൾ ഇറക്കാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണല്ലോ. അല്ല, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ദയവ് തന്നെ കേൾക്കൂ. അദ്ദേഹത്തിന് പുനഃസംഘടന എന്ന പേരിൽ ഞങ്ങൾ തമ്മിൽ കലഹിക്കുന്നുണ്ടെങ്കിൽ ആ കലഹം കണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചിരിക്കാൻ കഴിയാത്ത നിരാശയിൽ നിന്നുണ്ടാകുന്ന പരാമർശമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു പുനഃസംഘടന നടത്തിയാൽ തമ്മിൽ കലഹമുണ്ടാകും, അത് കണ്ട് ഇവർ ചിരിക്കും. ഈ കെട്ടുറപ്പുമായിട്ടാണോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നൊരു പ്രശ്നം കോൺഗ്രസിനെ അലട്ടുന്നുണ്ടോ? മുല്ലപ്പള്ളി വന്നിട്ടും കാര്യങ്ങൾക്ക് കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നു. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ശരത്തിനെ പോലെയുള്ള പ്ലീസ് ഒരു മിനിറ്റ്, ശരത്തിനെ പോലെയുള്ള ഇത്രയും വലിയ പ്രാഗൽഭ്യമുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമൻ ഇങ്ങനെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താണ്? കലഹമുണ്ടാകുമെന്ന് ആഗ്രഹിച്ചിട്ട് ഇവർക്ക് നിരാശയുണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെ പുനഃസംഘടന നടത്തിയാൽ കലഹമുണ്ടാകും എന്നാണ്. അങ്ങനെയാണ് അവരുടെ പ്രതീക്ഷയും ആഗ്രഹവും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പുനഃസംഘടന നടത്തുന്നില്ല എന്നാഗ്രഹിച്ചിട്ടാണ് ഞങ്ങളെ രാജ്യത്ത് ഒരു പുനഃസംഘടന ഒരു കലഹവും ഉണ്ടാവാൻ പോകുന്നില്ല. അക്കാര്യത്തിലൊക്കെ നിരാശയേ ഉണ്ടാവുള്ളൂ അവർക്ക്. അല്ല, ബഹുമാനപ്പെട്ട PM സുരേഷ് ബാബു, ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഈ പുനഃസംഘടന അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹികളുടെ നിയമനം ഇതൊക്കെ നടത്താതിരിക്കാൻ ഓരോ സമയത്ത് കാലാകാലങ്ങളിൽ ഓരോ റീസൺ വരും. ഇതിപ്പം തെരഞ്ഞെടുപ്പായി, അപ്പം പുനഃസംഘടന വേണ്ട. ഇതൊരു പാർട്ടിക്ക് ചേർന്നതല്ല ബഹുമാനപ്പെട്ട സുരേഷ് ബാബു. ഇങ്ങനെയൊക്കെയാണോ പാർട്ടി നടത്തേണ്ടത്? പാർട്ടിയിൽ കാലാകാലങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തണം. കേരളത്തിലെ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് എത്ര
എത്ര വർഷങ്ങളായി, എത്ര ദശകങ്ങളായി. അയ്യോ സങ്കടമുണ്ട്. ഇപ്പം എവിടെയാണ് KSUക്കാർ, എവിടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ? ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന് നമ്മളൊക്കെ ഈ മുല്ലപ്പള്ളി ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോവുക. സംഘടനയുണ്ടോ? താഴെയുള്ള യുവജന സംഘടനയുണ്ടോ യൂത്ത് കോൺഗ്രസ്? വിദ്യാർത്ഥി സംഘടന KSU, അതിൻ്റെയൊക്കെ സ്ഥിതി എന്താ? സങ്കടകരമല്ലേ? ഇതൊക്കെ ഞാനൊക്കെ ചോദിക്കുന്ന ആ പിള്ളേരൊക്കെ എത്രയോ കാലമായി റോഡിൽ കിടന്ന് അടികൊള്ളുകയും വഴക്കുണ്ടാക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്ത് നടക്കുകയാണ്. ഒരു പ്രയോജനവും ഇല്ലാത്ത, ഒരു ഭാവിയും ഇല്ലാത്ത ഒരു 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 കോൺഗ്രസ് പാർട്ടിയെ അവർ കാണുന്നുണ്ടിപ്പോൾ. അപ്പോൾ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മുല്ലപ്പള്ളി ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് സംഘടന ശക്തിപ്പെടുത്താനുള്ള ക്രിയാത്മകവും രചനാത്മകവുമായ നടപടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ല ഇവിടെ പ്രയോറിറ്റി. അതിന് മുല്ലപ്പള്ളി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്ന ചോദ്യം. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു, ഏതായാലും താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ശ്രീ സുരേഷ് ബാബു, താങ്കളിലേക്കും ശ്രീ ആന്റണി രാജുവിലേക്കും ജേക്കബ് ജോർജിലേക്കും മടങ്ങി വരാം. ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ഞാൻ സുരേഷ് ബാബുവിലേക്ക് വരും മുമ്പ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ഉന്നയിച്ച ചില കോൺഗ്രസും UDFുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ വിമർശനങ്ങളുണ്ട്. അതിന് മറുപടി പറയുമ്പോൾ തന്നെ നേരത്തെ ശ്രീ ആന്റണി രാജു അദ്ദേഹം പറഞ്ഞു പുനഃസംഘടന എന്നത് ആ പാർട്ടിയുടെ അവകാശമാണ്. 2, അദ്ദേഹം ഇപ്പോഴും ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ എവിടെയാണ്? പുതിയ ഒരു സമിതി വന്നിട്ടില്ല എന്ന് പറയാമെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജനറൽ സെക്രട്ടറിയായി മുല്ലപ്പള്ളിയുടെ നയിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതാണ് അദ്ദേഹം അതിന് നിരത്തിയ ഒരു ഉദാഹരണം. ഈ നിലകളിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പാർട്ടി സംവിധാനം അതിനുണ്ട്. ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വേറെയുണ്ട്, അത് വരാം. ഈ നിലയിൽ ഒരു മറുപടി ശരിയല്ലേ അങ്ങനെ നോക്കിയാൽ സുരേഷ് ബാബു പറയുന്നത്? ശരത്തെ, ഇവിടെ ബഹുമാനായ ശ്രീ സുരേഷ് ബാബു പറയുന്നത് കേട്ടാൽ ഞങ്ങളുടേത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുള്ളതാണ്. ഞങ്ങളുടെ കമ്പനിക്ക് അത് എന്ത് നടക്കും? നിങ്ങൾക്ക് എന്താ ചോദ്യം? അതിനകത്ത് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ എതിർപക്ഷത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ കാര്യം അറിയേണ്ട കാര്യം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യുന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണോ അത്? ഒരു പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ ഒരു പരിപാടിയെക്കുറിച്ച് 2 മാസം മുമ്പ് കടന്നു പറഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ജനുവരിയിലാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പടയൊരുക്കുന്നത്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. അദ്ദേഹം പോലും അത് ഓർമ്മിക്കും. 2.5 മാസം വരെ ശബരിമല വിഷയം ഉണ്ടായിട്ട് തന്നെ ഇപ്പോൾ 2-3 മാസം ആകാൻ പോകുന്നു. ഏതായാലും അതിന് മുമ്പായിരുന്നു. പിന്നെ അങ്ങ് പറഞ്ഞു ഞാനിപ്പോഴും ജനറൽ സെക്രട്ടറിയാണെന്ന്. നമുക്കറിയാമല്ലോ, അങ്ങേ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായി വരുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ ഒരു പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ നോമിനേറ്റഡ് പോസ്റ്റാണ്. അദ്ദേഹമാണ് നാമനിർദ്ദേശം ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരാര്. ഞാൻ ചെയ്യട്ടെ, അദ്ദേഹം ചാർജെടുത്തോ പറഞ്ഞു ഞാൻ ഉടനെ 1 മാസത്തിനകത്ത് എല്ലാം ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങിപ്പോഴും VM സുധീരൻ നോമിനേറ്റ് ചെയ്ത പഴയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതിനുശേഷം മാറി വന്ന, അല്ലെങ്കിൽ MMSN താൽക്കാലിക ചുമതല വഹിച്ചിരുന്നപ്പോൾ പുതിയൊരു പ്രസിഡന്റ് വന്നാൽ അദ്ദേഹം പ്രസിഡന്റാണ് ജനറൽ സെക്രട്ടറിമാരെ നോമിനേറ്റഡ് പോസ്റ്റിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചാർജ് എടുത്തതിന് ശേഷം ജനറൽ സെക്രട്ടറിമാരുടെ ഒരു മീറ്റിംഗ് ഇന്ന് വരെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടോ? അങ്ങ് പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങളോട് പറയുമ്പോൾ നമ്മൾ കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ പിന്നെ അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അങ്ങ് പറഞ്ഞു ഇവിടെ സംഘടനാ സംവിധാനമൊക്കെ ഭദ്രമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇവിടെ മെമ്പർഷിപ്പ് കൊടുത്തു, ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് മെമ്പർഷിപ്പ് ലിസ്റ്റ് ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പിലേക്ക് പോയി റിട്ടേണിംഗ് ഓഫീസർ വന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. തർക്കത്തിലേക്ക് പോയപ്പോൾ തെരഞ്ഞെടുപ്പേ വേണ്ടാന്ന് വെച്ചപ്പോൾ എല്ലാം സ്റ്റോപ്പ് മെമ്പർ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിനകത്ത് കുഴപ്പം? ഞങ്ങളുടെ അടി കാണാനോ നിങ്ങളിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഒരു മാന്യതയ്ക്ക് ചേർന്നൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളോടുകൂടി ഉത്തരവാദിത്തമുള്ളവരാണ്, ബാധ്യതയുള്ളവരാണ്. ഇവിടെ ശ്രീ സുരേഷ് ബാബു അതിനൊരു വിശദീകരണം നൽകുമ്പോൾ തന്നെ സംഘടനാപരമായ ദൗർബല്യം നിൽക്കുന്നു, UDFന്റെ വിപുലീകരണം എന്ന ഒരു പ്രശ്നം, അതിനൊരു ഉപസമിതി തന്നെ വെച്ചു, PC ജോർജ് വരെ അപേക്ഷകനായി നിൽക്കുന്ന സാഹചര്യം. ഇതെല്ലാം നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ ഫെബ്രുവരി 20 പ്രഖ്യാപിച്ചിരിക്കും എന്ന ഒരു ഫെബ്രുവരി ചലഞ്ചാണ് KPCC പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. അത് ഏതെങ്കിലും നിലയ്ക്ക് യുക്തിസഹമാണോ? താങ്കൾ കരുതുന്നുണ്ടോ ഫെബ്രുവരി 20 KPCC പ്രസിഡന്റ് പറയുന്നത് പോലെ ഈ പാർലമെന്റ് മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസിന് നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാനാകുമെന്ന് താങ്കൾ മിനിമം പ്രതീക്ഷിക്കുന്നുണ്ടോ ഫെബ്രുവരി 20? ഞാൻ അതിലേക്ക് ഓരോന്നായിട്ട് വരാം. ശ്രീ ആന്റണി രാജു പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഒരു ഉത്തരവാദിത്വമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കാവോ എന്നുള്ള ചോദ്യത്തിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് എന്താ കാര്യമെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്താ കാര്യമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാളുമല്ല.
ഒരു പാർട്ടിയെ, രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ജീവിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്നതായ സാഹചര്യവും അവരെടുക്കുന്ന എല്ലാ നടപടികളിലും പ്രവൃത്തികളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. പക്ഷേ തെറ്റായ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ആ തെറ്റായ വ്യാഖ്യാനങ്ങളെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലാണ് ഒരു പ്രസിഡന്റ്, ഒരു വൈസ് പ്രസിഡന്റ്, ഒരു ട്രഷറർ ഇവരെ തിരഞ്ഞെടുക്കുക, പിന്നെ പ്രസിഡന്റ് യുക്തസഹമായ സെക്രട്ടറിമാരെ നോമിനേറ്റ് ചെയ്യുക തുടങ്ങിയ സമ്പ്രദായങ്ങൾ മുഴുവൻ പഴയ കാലഘട്ടത്തിലാണ്. ഒരു 2 ദശകങ്ങൾക്കപ്പുറമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആളുകളെ നിശ്ചയിക്കുന്നതും അവരെ പ്രഖ്യാപിക്കുന്നതും. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ഉത്തരവാദിത്വത്തിലും ചുമതലയിലുമാണ്. അതിന് ഭരണഘടനാപരമായ ഒരു അവകാശം കൊടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട KPCC മെമ്പർമാർ. ഇവിടെ 282 KPCC മെമ്പർമാരുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട. ആ തിരഞ്ഞെടുക്കപ്പെട്ട KPCC മെമ്പർമാർ യോഗം ചേർന്ന്, റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ഒരു പ്രമേയം പാസാക്കുകയാണ്. കോൺഗ്രസ് കമ്മിറ്റി, കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും അതിന്റെ AICCയെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും പ്രഖ്യാപിക്കാൻ ഉള്ള അധികാരം അല്ലെങ്കിൽ ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് പ്രസിഡന്റിനെയും അധികാരപ്പെടുത്തി പ്രമേയം പാസാക്കി ഡൽഹിക്ക് കൊടുക്കുകയാണ്. അത് റിട്ടേണിംഗ് ഓഫീസറുടെ വകയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ നടന്നു കഴിഞ്ഞു. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു. ആ റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ആ പ്രമേയം പാസാക്കി കൊടുത്തു. ഞാൻ എന്നെ VM സുധീരൻ നോമിനേറ്റ് ചെയ്തതല്ല. ശ്രീ രമേശ് ചെന്നിത്തല പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നടത്തിയോ? വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യം കേട്ടിട്ടുണ്ട്. തുടർന്നുള്ള മറ്റു ഭാരവാഹികളെ അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഞങ്ങളെ തുടരുന്നു എന്നുള്ളതല്ല. ഞാൻ അതിലേക്ക് വരാം. ഹൈക്കമാൻഡ് പീസ് ആയിട്ടാണ് അല്ലെങ്കിൽ പീസ്മീലായിട്ടോ ആയിരിക്കും. ഈ അടുത്ത ദിവസങ്ങളാണ് ഹൈക്കമാൻഡ് AICC മെമ്പർമാരെ പ്രഖ്യാപിച്ചത്. ഈ അടുത്ത ദിവസമാണ് ഹൈക്കമാൻഡ് കോൺഗ്രസ് പ്രസിഡന്റിനെയും കോൺഗ്രസിലെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ പാറ്റേൺ ആണ്. ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. പുതുതായിട്ട് അങ്ങനെ വരികയാണ്. അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെയും പാറ്റേൺ ആയിട്ട് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് അത് പിന്നെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അടുത്ത പദവി എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ മറ്റു ഭാരവാഹികളുടെ കാര്യത്തിൽ ഒരു പുതിയ പ്രഖ്യാപനം വരാത്ത സാഹചര്യത്തിൽ പഴയ പദവിയിൽ നിങ്ങളൊക്കെ തുടരുന്നു എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ മാത്രമേ താങ്കളുടെ ജനറൽ സെക്രട്ടറി പദത്തെയും ഇപ്പോൾ കാണാനാകൂ. അങ്ങനെ കണ്ടാൽ മതി. ഞങ്ങൾക്ക് അതിനകത്ത് പരിഭവമൊന്നുമില്ലല്ലോ. രമേശ് ചെന്നിത്തല പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങളെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ട് ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വന്നത്. 3 വർഷക്കാലത്തോളം അതിലധികം VM സുധീരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ആ പദവിയിൽ തുടർന്നവരാണ്. 1.5 വർഷക്കാലത്തോളം ശ്രീ MM ഹസൻ ആ പദവിയിൽ വന്നപ്പോൾ ഞങ്ങൾ അതിൽ തുടർന്നതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നിപ്പോ 3 മാസമായി ഞങ്ങൾ അതിൽ തുടരുകയാണ്. ശരത്തിന് അങ്ങനെ കാണാനേ കഴിയുള്ളൂ എങ്കിൽ ശരത്തിന് സംശയം ചോദിച്ചു എന്ന് മാത്രം. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. താങ്കളുടെ ആ പദവിയെ ഞാൻ ഒരു തരത്തിലും ചെറുതായി കാണുന്നില്ല. പക്ഷെ ഒരു സംശയം ആ വിധത്തിൽ അല്ലല്ല, അങ്ങനെയല്ല. ഞാനും ശരത്തെ ഞാനും ആഹാരം കഴിക്കുന്ന ആളല്ലേ. നിങ്ങൾ ഏത് തരത്തിലാണത് വീക്ഷിക്കുന്നതും നിരീക്ഷിക്കുന്നതെന്നും ഞാനും എന്റെ മനസ്സോടുകൂടി ഞാനത് ഊഹിക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ എങ്ങനെ കൊച്ചാക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അത് ചെയ്തോളൂ. അതിലൊക്കൊന്നും ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കാര്യം അങ്ങ് ചോദിച്ചു. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ സംഘടനാക്രമം. വളരെ സുതാര്യമായി ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നോട് ചോദിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 2017 വളരെ സുതാര്യമായി KSUവിന്റെ ഇലക്ഷൻ നടന്നു. KSUവിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. KSU പ്രസിഡന്റിനെയും ശ്രീ KM അഭിജിത്ത്, ഞാൻ KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. കേരളത്തിലെ KSUവിന്റെ പ്രസിഡന്റ് 1977-78 കാലഘട്ടങ്ങളിൽ KSU പ്രസിഡന്റാണ്. പിന്നീട് കോഴിക്കോട്ട് നിന്ന് വന്ന
ഏക പ്രസിഡന്റാണ് ശ്രീമാൻ KM അഭിജിത്ത്. തിരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്. ഈ പുതിയ തെരഞ്ഞെടുപ്പ് അദ്ദേഹം KSU പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തു. റിട്ടേണിംഗ് ഓഫീസറെ ക്ഷണിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ആവശ്യപ്പെട്ടത് റിട്ടേണിംഗ് ഓഫീസറോടും യൂത്ത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോടും. പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ്, ഞങ്ങൾ രംഗത്താണ്, ബൂത്ത് കമ്മിറ്റിയുടെ സജ്ജീകരണങ്ങളാണ്, ബൂത്ത് പ്രവർത്തനങ്ങളാണ്. യൂത്ത് കോൺഗ്രസിന്റെ കർമ്മശേഷി മുഴുവൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണം. ആ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതിന് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഏത് രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യം നൽകും. CPM-ന്റെ പാർട്ടി കോൺഗ്രസുകൾ അതിനനുസരിച്ച് ക്രമീകരിച്ച രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ശ്രീ ആന്റണി രാജു അതിനോട് വലിയ വിയോജിപ്പ് പറഞ്ഞാലും അത്തരം പ്രായോഗികമായ നടപടികൾ പാർട്ടികൾക്ക് സ്വീകരിക്കേണ്ടി വരും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങളിലാണ് ഈ തർക്കം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതലായി സംസാരിക്കുന്നതിൽ അർത്ഥവുമില്ല. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇതെല്ലാം നിൽക്കുമ്പോഴും KPCC പ്രസിഡന്റിന്റെ ശ്രദ്ധ മുഴുവൻ ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന ഒരു ചലഞ്ചിലാണ്. അദ്ദേഹം അത് നിറവേറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ആ പദവിക്ക് ലഭിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവാദിത്വത്തിന് ലഭിക്കുന്ന ഒരു വലിയ മേന്മയായി, ഒരു ഉത്തരവാദിത്വമായി അദ്ദേഹം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വാചകം തന്നെ അദ്ദേഹം പറഞ്ഞതൊന്ന് കേട്ടാൽ നന്നാവും. ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞതൊന്നും കാണാം. ഞങ്ങളെടുക്കുന്ന സമീപനം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കിയായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുക. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഒരു നിയോജകമണ്ഡലത്തിൽ വിജയസാധ്യത തെളിഞ്ഞ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് രംഗത്ത് വരിക. സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ച വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 20ഓടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശവും ആ രൂപത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ശ്രീ, എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വരുന്ന വഴിയും കണ്ടിട്ടുള്ളതാണ് ശ്രീ ജേക്കബ് ജോർജ്. ഈ ഫെബ്രുവരി 20 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പോലും വരില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഡേറ്റ് ഇട്ടിട്ട് ആണോ കാര്യങ്ങളെ നയിക്കുക? അങ്ങനെ എത്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ആരും ചോദിച്ചു പോകും. അതെ, ലീലാ ദാമോദരൻ, KP ഉണ്ണികൃഷ്ണൻ, പഴയ ചരിത്രം, അതായിരിക്കും ചരിത്രം ഉദ്ദേശിച്ചത്. അത് പോട്ടെ. പക്ഷേ ഇവിടെ മുല്ലപ്പള്ളിയുടെ ഒരു സ്വപ്നം, പ്രതീക്ഷ തീർച്ചയായിട്ടും അത് കൊള്ളാം. ഒരു പുതിയ KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് സംഘടനയുടെ വിജയം, അതിൻ്റെ ഭാവി, അതിൻ്റെ ഉറച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിലൊക്കെ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രൂപ്പില്ലാതെ സ്ഥാനാർത്ഥികൾ. എൻ്റെ ശരത്തെ, കേരളത്തിലെ പ്രശ്നം വർഷങ്ങളായിട്ട് സംഘടന ദുർബലമാണ്. അത് പക്ഷേ നമ്മുടെ സുരേഷ് ബാബുവോ കോൺഗ്രസ്സുകാരോ ആരും സമ്മതിക്കത്തില്ല. ഇതൊക്കെ ഈ സിറ്റിംഗ് MP-മാർ, നിലവിലെ കോൺഗ്രസിലെ സിറ്റിംഗ് MP-മാരെ അതേപടി നിലനിർത്തി പോകാൻ ആ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടാകുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സാധാരണ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും? സിറ്റിംഗ് MP-മാർക്ക് സീറ്റ് കൊടുക്കും. അപ്പൊ പിന്നെ പ്രശ്നം അത്രയേ അങ്ങ് തീർന്നല്ലോ. ബാക്കി കുറച്ച് സീറ്റ് കളിയൊന്നും നടക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ഒരു സൂചന. അല്ലെ, ബാക്കിയുള്ള സീറ്റുകളിലേക്ക് മാത്രം, ഒരു 5-6 സീറ്റിലേക്ക്. വയനാട്, പാലക്കാട് ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. വയനാട് ആര് പോകും, അല്ലെങ്കിൽ ആര് മത്സരിക്കും? ഇപ്പോൾ വീരേന്ദ്രകുമാർ LDF-ലേക്ക് പോയതോടുകൂടി പാലക്കാട് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് പറയുന്നുണ്ട്. അത്തരം ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇത് പ്രശ്നം. നമ്മളിപ്പോൾ ഒരു മണ്ഡലം നോക്കുകയാണെങ്കിൽ, ഇപ്പം പത്തനംതിട്ട അല്ലെങ്കിൽ തിരുവനന്തപുരം, ഇപ്പം ശശി തരൂർ, വേറൊരു ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്താലേ അവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്ന സമ്പന്നനായ ഒരു പുതിയ തലമുറക്കാരുണ്ടാവണം. കോൺഗ്രസിന്റെ പ്രശ്നം ഒരു പുതിയ നിര നേതാക്കൾ വളരുന്നില്ല എന്നുള്ളതാണ്. വളരുന്നില്ലെന്നല്ല, വളർത്തുന്നില്ല എന്നുള്ളതാണ്. മണ്ഡലങ്ങളെല്ലാം അതാത് ജനപ്രതിനിധികളെ, ഇപ്പൊ പത്തനംതിട്ട ആന്റോ ആന്റണി, തിരുവനന്തപുരം ശശി തരൂർ എന്ന് പറയുന്ന നിലയിൽ അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളായിട്ടാണ് ഏതാണ്ട് ഒരു 80% തോന്നുന്നു. 80% അല്ല, 90% എന്ന് വെച്ചു. ഇപ്പൊ ശശി തരൂരിനെ വെല്ലുവിളിക്കേണ്ടെന്നും തിരുവനന്തപുരത്ത് വേറെ ഒരു കോൺഗ്രസ് നേതാവില്ല. പക്ഷെ കോൺഗ്രസിനെ പറ്റിയ അപജയം എന്ന് പറയുന്നത് ഒരു 2ാം നിര നേതാക്കളോ 3ാം നിര നേതാക്കളോ. ഇടതുമുന്നണി പല തെരഞ്ഞെടുപ്പുകളിലും പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പലപ്പോഴും അത് കിട്ടിയിട്ടില്ല. മുമ്പ് പറഞ്ഞുള്ള ചില പേരുകാരൊക്കെ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു വന്ന് മത്സരിച്ചിട്ടുണ്ട്, ശശി തരൂർ അടക്കം. അത്തരം പരീക്ഷണങ്ങൾക്കുള്ള ഒരു വഴി തുറക്കാൻ കോൺഗ്രസിന് കഴിയുമോ? പുതുമുഖങ്ങൾ, ചെറുപ്പക്കാർ, ഈ പ്രതീക്ഷകൾ തെറ്റിച്ചുള്ള സ്ഥാനാർത്ഥി. ഇപ്പോൾ പറ്റിയ മണ്ഡലങ്ങളുണ്ട്. പാലക്കാട് ഇടതുമുന്നണിയുടെ ഉറച്ച മണ്ഡലം, MP രാജേഷ് നിരന്തരം MP ആയി തുടരുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഏത് പരീക്ഷണത്തിനും കോൺഗ്രസിനാവാം. കഴിയുമോ? വയനാട് UDF സീറ്റായി അവർ കരുതുന്ന. അതെ, മുല്ലപ്പള്ളിയുടെ മണ്ഡലമായ വടകര പ്രധാനപ്പെട്ട വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മണ്ഡലങ്ങളാണ് ഇതൊക്കെ. കോട്ടയം ആളില്ലല്ലോ. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു, ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് നേതൃത്വം യുവാക്കളെ എന്നേ കൈവിട്ടിരിക്കുന്നു. KSU വിദ്യാർത്ഥി വിഭാഗത്തെ എന്നേ കൈവിട്ടിരിക്കുന്നു.
പുതിയ തലമുറ ഉയർന്നു വരുന്നില്ല. ആന്റണി രാജു, അത്തരം ഒരു സാഹചര്യത്തിൽ മുല്ലപ്പള്ളി പറയുന്ന ഫെബ്രുവരി 20 എന്ന് പറയുന്ന ഒരു ചലഞ്ച് ഉണ്ട് അദ്ദേഹം പറയുന്നതിൽ. അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു ചലഞ്ചാണ്. വിശ്വാസമുണ്ടോ? നിങ്ങൾ ഈ റോഡ് ഷോ ജാഥകളൊക്കെ നടത്തി ഈ പാർട്ടി വിശദീകരണ പരിപാടികളും ശില്പശാലകളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു തുടങ്ങും കോൺഗ്രസിന്. ശരത്തെ, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റ് ആയപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ആ പാർട്ടിക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനലബ്ധിയെ കണ്ടത്. അങ്ങനെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചലഞ്ച് അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ പ്രസ്താവനകൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം, തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു 1 മാസത്തിനുള്ളിൽ KPCC പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ ചലഞ്ച് 3 മാസമായിട്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു KPC പ്രസിഡന്റ് വാക്കുകൾക്ക് വളരെ ഗൗരവമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തിന് നെഞ്ചിൽ കവിച്ച് പറയാമോ, ഫെബ്രുവരി 20 മുമ്പ് KPCCയുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഞാൻ UDFലെ അംഗമല്ല, പക്ഷെ ഞാൻ നെഞ്ചിൽ കവിച്ച് പറയാം, ഒരു കാരണവശാൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ ചലഞ്ച് നടക്കാൻ പോകുന്നില്ല. ഫെബ്രുവരി 20 നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചർച്ച ചെയ്യാം. ഒരു കാരണവശാൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ പ്രസ്താവന ഏശാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ UDFന്റെ ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇവിടെ UDFന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു സിറ്റിംഗ് പാർലമെന്റ് മെമ്പറെ പോലും രാജിവെപ്പിച്ച് രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് ആ മണ്ഡലത്തെ അനാഥമാക്കുന്നതിന് ഒരു മടിയുമില്ലാത്തൊരു മുന്നണിയാണ് UDF. അതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതായാലും ഇക്കാര്യത്തിൽ മുല്ലപ്പള്ളിയുടെ ഫെബ്രുവരി 20 ചലഞ്ച് ഉണ്ടല്ലോ, അതാണ് വെല്ലുവിളിച്ചത് ശ്രീ ആന്റണി രാജു. അത് ഒട്ടും സാധ്യമല്ല എന്ന് പറഞ്ഞ ജേക്കബ് ജോർജിന്റെ നിരീക്ഷണവുമുണ്ട്. അത് അതേപടി ഏറ്റെടുക്കാൻ കഴിയുന്നതാണോ 20-നകം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ? എന്നോടാണോ? അതെ. ശ്രീ ശരത്തെ, ഇത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഡയറക്ഷനാണ്. എല്ലാ PCCകൾക്കും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ലിസ്റ്റ് ഫെബ്രുവരി 20 ഞങ്ങൾക്ക് എത്തിക്കണം. നിങ്ങളുടെ പ്രപ്പോസൽസ് DCCകളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞു. DCCയിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടും. അത് സ്ട്രീംലൈൻ ചെയ്തിട്ട് 3 പേരുടെ അടങ്ങുന്ന ഒരു ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൊടുക്കും. വലിയ തർക്കങ്ങളൊന്നുമില്ലെങ്കിൽ അത് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കും. പ്രവർത്തിക്കാനുള്ള സമയവും അവർക്ക് കൊടുക്കും. ഇത് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വളരെ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDF എന്ന് പറയുന്നത് 1ാം സ്ഥാനത്ത്, NDA എന്ന് പറയുന്നത് 2ാം സ്ഥാനത്ത്, UDF എന്ന് പറയുന്നത് 3ാം സ്ഥാനത്ത്. ഈ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഗണിക്കപ്പെടാൻ പാടില്ലാത്ത ഇല്ലാത്ത ഒരു പാർട്ടിയെയും ഘടകത്തെയും കുറിച്ച് എന്താ ഇത്രയധികം ചർച്ച ചെയ്യാൻ നിങ്ങൾക്കുള്ളത്? എന്തുകൊണ്ട് LDFന്റെ അകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് NDAക്കകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? അപ്പൊ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവാണ്. വളരെ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ചുറച്ച് തീരുമാനിച്ച് ആളുകൾ ഞാനത് വിശ്വസിക്കുന്നു സാർ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും ഒരു തരത്തിലും ജനപിന്തുണ ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറരുത് എന്നുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ ഒരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു കാൽക്കുലേറ്റഡ് പ്രചരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു നിഷ്പക്ഷ ചാനലല്ലേ, 3 രാഷ്ട്രീയ സംവിധാനങ്ങളെയും കുറിച്ചുള്ള ഒരു ചർച്ച വെച്ചാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അതില്ലല്ലോ. നിങ്ങൾ തന്നെ പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും ക്ഷീണിച്ചു പോയ കക്ഷി, യുവജനങ്ങളില്ലാത്ത കക്ഷി, വിദ്യാർത്ഥികളില്ലാത്ത കക്ഷി, അത്തരം ഒരു കക്ഷിയുടെ രാഷ്ട്രീയ ധർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തുദ്ദേശത്തിലാണ്? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ചെറിയ വിവേകമൊക്കെ ഉണ്ട്. ശ്രീ സുരേഷ് ബാബു, അത് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപം മാത്രമാണ്. അതിൽ താങ്കൾക്ക് പരിഭ്രാന്തി തോന്നുന്നുവെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ചോദിച്ചത്, ഇതിനിടയിൽ KPCC പ്രസിഡന്റാണ് ഏറ്റവും ആർജവത്തോടുകൂടി ഫെബ്രുവരി 20 എന്ന് വെച്ച് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. ഈ നടപടികൾ പൂർത്തിയാക്കിയാൽ ഹൈക്കമാൻഡ് അനുമതിയും വന്ന് ഫെബ്രുവരി 20 സ്ഥാനാർത്ഥി വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി വരുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. ഇടതുമുന്നണി ഒരുപാട് ദൂരം വീണ്ടും സഞ്ചരിക്കേണ്ടി വരും നിങ്ങൾക്ക് പുറകെ.
അതൊരു രാഷ്ട്രീയമായ എല്ലാ കാലത്തും തിരിച്ചു സംഭവിക്കും എന്ന് പറയാറുണ്ട്. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഇടതുമുന്നണി ബഹുദൂരം മുന്നിൽ, പിന്നാലെ കോൺഗ്രസ് എത്തും. പക്ഷേ ശക്തമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കാണുന്നതാണ് സംഭവിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ അതിന് മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിനെ പോസിറ്റീവായി എടുക്കുമ്പോൾ എന്തിനാണ് ശ്രീ സുരേഷ് ബാബു അതിനെ വേറൊരു തരത്തിൽ വിലയിരുത്തുന്നത്? ശ്രീ നമുക്ക് ഞങ്ങളിപ്പോ ശരത്തെ ഞങ്ങൾ വളരെ മോശം കക്ഷിയല്ലേ? ഞങ്ങൾ വളരെ മോശമല്ലേ? ഞങ്ങൾക്ക് 14 സീറ്റ് 2009 കിട്ടി, 12 സീറ്റ് 2014 കിട്ടി. എന്നിട്ടും ഞങ്ങളെ വളരെ മോശമല്ലേ? എന്താ ചെയ്യാ? ഞങ്ങൾക്ക് യാതൊരു പിന്തുണയും ഇല്ലല്ലോ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഞങ്ങൾ മാറി മാറി ഓരോ കൊല്ലവും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ മോശമല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ ഏകപക്ഷീകമായ. ഞങ്ങൾ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വളരെ എല്ലാ ബഹുമാനതയും സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, പക്ഷെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇത്തരം ഒരു പ്രചാരണം നടത്താൻ ശ്രമിയാൽ അതിന് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഫെബ്രുവരി 20 മാധ്യമങ്ങൾ ചോദിക്കും, ഫെബ്രുവരി 20 KPCC പ്രസിഡന്റ് എവിടെ സ്ഥാനാർത്ഥികളെന്ന് ചോദിക്കും. ഉറപ്പല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ചോദ്യം ചോദിച്ചത്. യു പിയിലെ BJP അതുകൊണ്ടാണ് അതിന് ചോദിക്കണമല്ലോ. ചലഞ്ചിന്റെ കാലമാണ്. ഇത്തരം ചലഞ്ചുകൾ ഒരുപാട് നടക്കുന്ന കാലമായതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. അത് ചോദിക്കണമെന്നേ. അത് ചോദിച്ച് ഞങ്ങൾക്ക് എവിടുന്നൊക്കെ അപഭ്രംശം സംഭവിക്കുന്നോ, ഞങ്ങൾക്ക് എവിടെയൊക്കെ അപഭ്രംശം സംഭവിക്കുന്നോ അവിടെയൊക്കെ തിരുത്താനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്വവും ഒരു രക്ഷിതാവിന്റെ നിലയിൽ മാധ്യമങ്ങൾക്കുണ്ട്. അത് സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. യു പിയിലെ BJPക്കെതിരെ SP-യും BSP ഒന്നിച്ചു നിൽക്കുമ്പോൾ BJPയുടെ നില പരിങ്ങലാവുകയാണ്. അവിടെ കോൺഗ്രസിനെ ഉൾക്കൊള്ളിക്കേണ്ട കാര്യം പോലും ഇല്ലെന്നാണ് ഈ രണ്ട് കക്ഷികളും പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ എന്തല്ല ആ സ്ഥിതി? കേരളത്തിലെ കോൺഗ്രസും ഇടതുമുന്നണിയുമാണ് ഏറ്റുമുട്ടുന്നത്. ഇവിടെ BJP 3ാം സ്ഥാനത്താണ് എന്ന് കാര്യം കൊണ്ട് ഓർക്കണം. സുരേഷ് ബാബുവിന് ആത്മവിശ്വാസം ഇല്ല. അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. പക്ഷെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എന്തോ ചില സംശയങ്ങൾ തോന്നുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. ഇങ്ങനെ പറയാവോ? അത് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അദ്ദേഹം തുറന്നൊരു നിലപാട് സ്വീകരിക്കുക. അതിലെന്താണ് തെറ്റ്? അല്ല, അതൊരു ആത്മവിശ്വാസക്കുറവിന്റെ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് റെക്കോർഡാണല്ലോ. സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്ത് ഞങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അത് ഇത് റെക്കോർഡാണല്ലോ. കക്ഷിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു മുന്നണി ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി സ്വയമേ പറയാണ് ഞങ്ങൾ 3ാം സ്ഥാനത്താണ് എന്ന് സ്വയം പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസക്കുറവിന് ജനങ്ങളുടെ മുമ്പിൽ ഇതിനപ്പുറം ഏതായാലും ആത്മവിശ്വാസക്കുറവുണ്ടോ എന്നറിയാൻ ഇനിയും ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ട. എല്ലാവരും റോഡ് ഷോയും തെക്കുവടക്ക് ജാഥകളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. സീറ്റ് ചോദിക്കുന്നു ചെറിയ കക്ഷികൾ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റാണ് ഫെബ്രുവരി 20 മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യം പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് കാഴ്ചവെക്കുന്ന സഹജമായ ചില രീതികൾക്കപ്പുറത്തേക്കുള്ള ഒരു ഉറച്ച നിലപാടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അത് കഴിയുമോ എന്ന ചോദ്യം രാഷ്ട്രീയമായ വലിയൊരു ചോദ്യവും കൗതുകവും ആകാംക്ഷയും തന്നെയാണ്. കഴിയുമെന്ന് 27% ആളുകൾ മാത്രം, കഴിയില്ല എന്ന് ഇതുവരെയുള്ളൊരു അനുഭവത്തിൽ നിന്നാണ് ശ്രീ സുരേഷ് ബാബു ആളുകൾ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയമായി കരുതേണ്ടതില്ല. FB പോളിലൂടെയാണ് പ്രേക്ഷകർ ഈ വിലയിരുത്തൽ ഈ ചർച്ചയുടെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. വളരെയധികം നന്ദി KPCC ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു, ശ്രീ ആന്റണി രാജു, അതുപോലെ തന്നെ ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.